കണക്ട് ചെയ്യാനുള്ള എവിഡൻസസ് ഒക്കെ പോലീസിന്റെ ഉണ്ടെന്നാണ് എന്റെ ധാരണ. നമ്മൾ കണ്ടിട്ടില്ല, പോലീസിന്റെ റിപ്പോർട്ട് കാണാതെയാണ്. ഞാൻ തിരിച്ചെത്താം താങ്കളിലേക്ക്. അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണ, താങ്കളുടെ വിലയിരുത്തൽ എന്താണ്? ഗൂഢാലോചന കേസ് തെളിയിക്കാൻ പോകുന്ന തെളിവുകളാണോ ഇപ്പോൾ പോലീസ് ഉയർത്തിക്കാട്ടുന്ന ഈ ഫോൺ വിളികളും മറ്റും? ഇല്ല, ഞാൻ ഈ കേസിന്റെ ഇപ്പൊ ഷാ പറയുന്നത് പോലെ പെരിഫറലായിട്ട് നിന്ന് പറയാൻ പോലും എനിക്ക് കഴിയില്ല. കാരണം ഒന്നാമത് ഞാൻ ഒരു കടലാസ് പോലും ഞാൻ കണ്ടിട്ടില്ല. ഈ കേസ് റെക്കോർഡ്സുമായി ബന്ധപ്പെടുന്ന യാതൊരു കടലാസും കണ്ടിട്ടില്ല. നോക്കൂ, ഇപ്പൊ നമ്മൾ തന്നെ ചർച്ച ചെയ്യുന്നത് നോക്കൂ, എന്തുമാ കാണുന്നത് ഷാ ഈ കേസുമായി സംബന്ധിക്കുന്ന യാതൊരു കടലാസും ഷാ കണ്ടിട്ടില്ല. ഷാ ഒരു അഭിഭാഷകനാണ്. കുറെ ദിവസമായിട്ട് ചാനലുകളിൽ കയറിയിറങ്ങിയിരുന്ന ഒരുപാട് അഭിപ്രായങ്ങളൊക്കെ പറയുന്ന ഒരു അഭിഭാഷകനാണ്. ഞാൻ നിങ്ങളുടെ ചാനലിൽ ഇതുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ട് വരികയാണ്. ഞാനും ഈ കേസുമായി സംബന്ധിക്കുന്ന യാതൊരു കടലാസും കണ്ടിട്ടില്ല. നാളെ ഇത് പരിഗണനയ്ക്ക് എടുക്കുമ്പോൾ കോടതിയും പ്രതിഭാഗം ദിലീപിന് വേണ്ടി അപ്പിയർ ചെയ്യുന്ന സീനിയർ അഭിഭാഷകനും പ്രോസിക്യൂട്ടറും 3 പേരും കൂടി ചേർന്നുള്ള ഒരു ഡിസ്കഷന് ശേഷം തീരുമാനിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നിങ്ങളും ഞാനും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. ഒരു കഷ്ണം കടലാസ് പോലും എന്റെ മുമ്പിൽ ഇല്ല. ഞാൻ കാണാത്ത ഒരു കാര്യത്തിനെ കുറിച്ച്, ഒരു കടലാസ്, ഒരു അക്ഷരം പോലും കാണാത്ത ഒരു കാര്യത്തിനെ കുറിച്ച് ഞാൻ പൊതുജനങ്ങളോട് അഭിപ്രായം പറയാൻ എന്നെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ചർച്ച നടത്തുകയാണ്. എന്താണ് നിങ്ങൾ ഈ മീഡിയയിൽ കാട്ടിക്കൂട്ടണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട് ഓരോ ഘട്ടത്തിലും നിങ്ങൾ എത്തരത്തിലുള്ള കാര്യങ്ങൾ, എത്തരത്തിലുള്ള അഭിപ്രായം പറയാനുള്ളത് ഷായെ പോലുള്ള വക്കീലന്മാർ വന്നിരുന്ന് പറയും. ഒരു ഗൂഢാലോചന കേസ് നമുക്ക് ഇവിടെ ഒട്ടേറെ കേസുകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും ആ കേസ് കോടതിയിലേക്ക് എത്തുമ്പോൾ ഗൂഢാലോചന കേസ് ശക്തമായി തെളിയിക്കുക എന്നതിൽ പലപ്പോഴും തെറ്റായി മാറാറുണ്ട്. അത്തരത്തിൽ ഈ കേസ് ഫ്രെയിം ചെയ്യുമ്പോൾ അത് ശരിയായ ദിശയിലാണോ കാര്യങ്ങൾ പോകുന്നത്? അത് ഏറ്റവും ശരിയായ തരത്തിൽ ഒരു പ്രതിഭാഗത്ത് ഒരാളെ ആരോപണ വിധേയനായി കാണുന്നുണ്ടെങ്കിൽ ആ തരത്തിൽ ശരിയായ തരത്തിലാണോ പോകുന്നത് എന്നാണ് ഞാൻ താങ്കളോട് ചോദിച്ചത്. ഈ കേസിൽ ഞാൻ ചോദിക്കട്ടെ, ഈ കേസിൽ നിങ്ങൾ ചർച്ച ഇങ്ങനെ ഒരു ലോകം മുഴുവനുള്ള മലയാളികൾക്ക് കാണാനായിട്ട് ഒരു ചർച്ച നിങ്ങൾ നടത്തുമ്പോൾ, ടെലിവിഷൻ ചർച്ച നിങ്ങൾ നടത്തുമ്പോൾ, ഈ കേസിൽ പോലീസ് ഇതുവരെ ഫയൽ ചെയ്ത ചാർജ് ഷീറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ കടലാസ് എങ്ങനെ ഇരിക്കും, ആ കേസ് കെട്ട് എങ്ങനെ ഇരിക്കുമെന്ന് നിങ്ങൾക്ക് അറിയാമോ? അതിന്റെ രൂപഭാവമെങ്കിലും നിങ്ങൾക്ക് അറിയാമോ? കടലാസിന്റെ കഷ്ണത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്ന് താങ്കൾക്ക് അറിയാമോ? പോലീസിന്റെ റിമാൻഡ് ആപ്ലിക്കേഷൻ താങ്കൾ കണ്ടോ? ഇന്നൊരു അദ്ദേഹത്തിന്റെ ബെയിൽ ആപ്ലിക്കേഷൻ, അതിന്റെ കണ്ടന്റ് നിങ്ങൾക്ക് അറിയാമോ? ചർച്ച മോഡറേറ്റ് ചെയ്യാൻ നിങ്ങൾ ഇരിക്കുകയല്ലേ? ചാനലിൽ ഒരു ചർച്ച നടത്തുകയല്ലേ? 3 പേരെ നിങ്ങൾ പിടിച്ചിരുത്തിയിരിക്കുകയാണ്. റിട്ടയർ ചെയ്തിട്ട് എത്രയോ വർഷമായി. ഇതിലും പേരെ നിങ്ങൾ ലക്ഷ്മണെ കൊണ്ടുവന്നിരുത്തു. അദ്ദേഹത്തിന് പറയാൻ കൂടുതൽ അനുഭവ സമ്പത്തുണ്ടാവും ഈ ജോർജ് ജോസഫിനേക്കാൾ കൂടുതൽ. നിങ്ങൾ ഈ ജോർജ് ജോസഫിനെയൊക്കെ പോലുള്ള എന്നോ റിട്ടയർ ചെയ്ത് പോയ ഓഫീസർമാരെ പിടിച്ചിരുത്തി, ഒരു കഷ്ണം കടലാസ് പോലും കാണാത്ത കുറെ അഭിഭാഷകരെയും പിടിച്ചിരുത്തി. ഇപ്പൊ ഷായെ സംബന്ധിച്ചിടത്തോളം പുറത്തുനിന്ന് നോക്കുന്നവർക്ക് കാണാൻ നല്ല ശബ്ദമുള്ള വക്കീല്, വളരെ ആർട്ടിക്കുലേറ്റ് ആയിട്ട് എന്തായാലും ഉദ്ദേശിക്കുന്നില്ല. അത്തരത്തിൽ മുമ്പോട്ട് പോകാൻ കഴിയില്ല. താങ്കൾക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് ഞാൻ ചോദിച്ച തരത്തിൽ, അതായത് ഈ അന്വേഷണത്തിന്റെ ദിശ ഏത് തരത്തിലേക്ക് പോകുന്നു എന്നതിന് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ താങ്കൾക്ക് ഒരു പ്രതികരണത്തിന് തയ്യാറാണെങ്കിൽ ആകാം, അല്ലെങ്കിൽ ഞാൻ താങ്കളിലേക്ക് വളരെ പിന്നാലെ തന്നെ എത്തുന്നതാണ്. ശ്രീ ജോർജ് ജോസഫ്, ഈ ഘട്ടം വളരെ ഒരു പ്രത്യേക ഘട്ടത്തിലേക്കാണ് അടുത്ത കേസ് നീങ്ങുന്നത്. 3 ദിവസത്തെ കസ്റ്റഡി, അതിനുശേഷം നാളെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നു. ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഇരുഭാഗവും ഉയർത്തിക്കാട്ടുന്ന വാദങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനം എന്ന തരത്തിൽ തന്നെ പ്രതിഭാഗം